നമസ്കാരം. നമുക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിൽ സ്വാഗതം. നമ്മൾ നോക്കുന്നത് ഹിന്ദു ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് 5 ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾസ് ആണ്. ഫസ്റ്റ് ആർട്ടിക്കിൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. ടാക്സ് എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് ആ ടോപ്പിക്കിന്റെ കൺസോൾട്ടേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡേറ്റയാണ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് വളരെയധികം എക്സാമിന് വളരെ റിലവന്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു പോയിന്റ് കൂടിയാണ്. എസ്പെഷ്യലി മെയിൻസിനൊക്കെ ആൻസേഴ്സ് എഴുതുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടോപ്പിക് ആവശ്യമുണ്ട്. ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വലിയൊരു ഹെഡിങ് ആണ്. പക്ഷേ ഈ പറഞ്ഞ ആ ഒരു ആർട്ടിക്കിളിനകത്ത് മെയിൻലി ഉദ്ദേശിക്കുന്ന ഒരു കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഡീൽ വിത്ത് ടാക്സ് എക്സ്പെൻഡിച്ചർ. അതുകൊണ്ടാണ് ഞാൻ ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ടോപ്പിക്കും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്കമിംഗ് ആയിട്ടുള്ള പ്രിലിംസിന് ആവശ്യമായിട്ട് മാറിയേക്കാം. RBI സംബന്ധിക്കുന്ന ഒരു വാർത്ത ഈ പറഞ്ഞ പോലെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും നമുക്ക് പത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ രണ്ട് ആർട്ടിക്കിൾ നമ്മൾ എക്കണോമിക്സിന്റെ പെർസ്പെക്റ്റിലായിരിക്കും പഠിക്കുന്നത്. ദെൻ മൂന്നാമത്തവും നാലാമത്തവും ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നമുക്ക് ഇവിടെ ഗവൺമെന്റ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ്. മൂന്നാമത്തെ ആർട്ടിക്കിൾ ഉഡാൻ ഉള്ള സ്കീമാണ്. അതായത് ഈ പറഞ്ഞ പോലെ റീജിയണൽ എയർ കണക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്കീമായിരുന്നു ഈ ഉഡാൻ എന്ന് പറയുന്ന കണക്ടിവിറ്റി പ്രോഗ്രാം. അതിന്റെ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് 5.5 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഉഡാൻ 5.5നെ കുറിച്ചിട്ട് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. സോ ആ ഒരു ന്യൂസ് നമുക്ക് റീജിയണൽ എയർ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഗവർണൻസ് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2ന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ആ ഒരു ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദെൻ നാലാമത്തെ ടോപ്പിക് ജൽജീവൻ മിഷൻ ആണ്. ജൽജീവൻ മിഷന്റെ ഡെഡ് ലൈൻ ആയിട്ട് നമ്മൾ വെച്ചിരുന്നത് 2024 2019 കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് സ്കീമായിരുന്നു ജൽജീവൻ മിഷൻ. അപ്പൊ 2024 വീണ്ടും അതിന്റെ ടാർഗറ്റ് റീസെന്റ് 2029 പുഷ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള കുറച്ച് കൺസേൺസും അതുപോലെ തന്നെ ഈ ഒരു 5 വർഷ കാലയളവിലായിട്ട് ജൽജീവൻ മിഷനിലൂടെ ഉണ്ടാക്കിയെടുത്ത അച്ചീവ്മെന്റ്സ് എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മൾ കൈവരിച്ചത് എന്നൊക്കെയുള്ള തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ ആണ് സപ്ലൈ ചെയ്യാനായിട്ട് ഈ ജൽജീവൻ മിഷനോട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹെൽത്തിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ആ ടോപ്പിക്കിനെ പഠിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് ടോപ്പിക്കും ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. ഇന്ത്യ ആസ് എ ലീഡർ ഓഫ് ഗ്ലോബൽ സൗത്ത് ആണ് അവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ആർട്ടിക്കിൾ. അവിടെ ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സൗത്ത് ആയിട്ട് മാറുമ്പോൾ എന്തൊക്കെയാണ് കറന്റ് ഇന്ത്യ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇന്ത്യയുടെ ലിമിറ്റേഷൻസ് ചലഞ്ചസ് ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളത്, ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ എല്ലാം നമ്മൾ ഒരു മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ആ ഒരു ടോപ്പിക്കിനെ പഠിക്കുന്നത്. ഞാൻ ഇത്രയും ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ ഒരു മോഡൽ MC കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമുക്ക് ടൈം കളയാണ്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ടാക്സ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ പറഞ്ഞിരുന്നു ഇതിന്റെ ഹെഡിങ് ടാക്സ് എക്സ്പെൻഡിച്ചർ, പക്ഷേ ഇതിന്റെ കണ്ടന്റ് ബേസിക്കലി ടാക്സ് എക്സ്പെൻഡിച്ചർ ആണ് വരുന്നത്. സോ ഹെഡിങ് ഇങ്ങനെയാണ്: 2 of every 3 ഇൻകം ടാക്സ് റിട്ടേൺ ഫയലേഴ്സ് ഹാവ് സീറോ ടാക്സ് ലയബിലിറ്റി എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈനിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്കമിംഗ് മെയിൻസിനൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യമായിട്ട് മാറിയേക്കാവുന്ന ഒരു ഡേറ്റ കൂടിയാണിത്. കാരണം ഇന്ത്യയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ്. ടോട്ടൽ ജനസംഖ്യയുടെ 10%, അപ്രോക്സിമേറ്റ്ലി 10-12% ആളുകൾ മാത്രമാണ് ഇവിടെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. ആ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളിൽ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 66.5%, അതാണ് 2/3 എന്ന് പറഞ്ഞിരിക്കുന്നത്. 66.5% ആളുകളും ഈ പറഞ്ഞ പോലെ സീറോ ടാക്സ് ലയബിലിറ്റി ഉള്ള ആളുകൾ. സീറോ ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേ ബി ടാക്സ് അടയ്ക്കുന്നുണ്ടാവും, പക്ഷേ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്യുകയാണെങ്കിൽ അവർ അടച്ച ടാക്സ് ഫുള്ള് അവർക്ക് ഇപ്പോൾ റിബേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ കറന്റ് നമ്മുടെ നാട്ടിലെ ആ ഒരു ഇൻകം ടാക്സിന്റെ ലെവൽ വെച്ച് പറയുവാണെങ്കിൽ 7 ലക്ഷം രൂപ വരെയുള്ള ആളുകൾ, 7 ലക്ഷം രൂപ വരെയുള്ള ആനുവലി ഏൺ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് മേ ബി ആൾ ഇൻകം ടാക്സ് പേ ചെയ്യുന്നുണ്ട്. മാസം മാസം കിട്ടുന്ന സാലറിന്ന് TDS ഒക്കെ തന്നെ ആളുടെ പിടിക്കുന്നുണ്ടാവും. പക്ഷേ 7 ലക്ഷത്തിന് താഴെയാണ് ആ ആള് ഈ പറഞ്ഞ പോലെ ആ ഒരു വർഷം ഇൻകം ആയിട്ട് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഗവൺമെന്റ് പിടിച്ച ആ കളക്ട് ചെയ്ത TDS കംപ്ലീറ്റ്ലി ആളുടെ അക്കൗണ്ടിലേക്ക് റിബേറ്റ് ചെയ്ത് തിരികെ കയറിക്കോളും. അതിനെയാണ് ഈ സീറോ ടാക്സ് ലയബിലിറ്റി എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അതായത് ആക്ച്വലി പറയുകയാണെങ്കിൽ ആൾക്ക് ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല, പക്ഷേ ടാക്സ് അടയ്ക്കുന്നു, ഗവൺമെന്റ് ഈ പറഞ്ഞ തിരികെ ആൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നാട്ടിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതിന്റെ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ 2/3 അല്ലെങ്കിൽ 66.5% ആളുകൾക്കും സീറോ ടാക്സ് ലയബിലിറ്റി ആണ്. പോയിട്ട് ഈ പറഞ്ഞ രീതിയിൽ 1/3 അഥവാ 33.3% ആളുകൾ മാത്രമാണ്, ആളുടെ ടാക്സ് മാത്രമാണ് ഗവൺമെന്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ വർഷം നിലവിൽ ഇപ്പം നമ്മൾ ഈ വർഷം കൊണ്ട് തീരുന്ന ഫിനാൻഷ്യൽ 7 ലക്ഷമാണ് ടാക്സ് റിബേറ്റിന്റെ ഒരു ലെവലായിട്ട് പറയുന്നത്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനിയിപ്പോൾ ആ ഒരു 7 ലക്ഷം എന്നുള്ള ആ റിബേറ്റഡ് എമൗണ്ട് നമ്മൾ എത്രയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്? 12 ലക്ഷത്തിലേക്ക് ഉയർത്തിയിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നിലവിൽ 33.33% ആളുകളുടെ ടാക്സ് ഗവൺമെന്റ് കിട്ടുന്നുള്ളൂ. ഇനിയിപ്പോ 12 ലക്ഷത്തിലേക്ക് ആക്കി കഴിയുമ്പോഴേക്കും വരാൻ പോകുന്ന എന്തായിരിക്കും? ഇത്രയും ആളുകളും കൂടെ ഇതിനകത്ത് ഇനി ഒഴിവാക്കാൻ പോകും. മീൻസ് ഈ 33% ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ ഈ 12 ലക്ഷം രൂപ വരെയൊക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ വരുമാനം കൊണ്ട് ചിലപ്പോൾ ഇനി മുതൽ ഗവൺമെന്റ് ഫോർഗോൺ ചെയ്യേണ്ടി വരും. ഇതിനെ പറയുന്ന പേരാണ് ടാക്സ് എക്സ്പെൻഡിച്ചർ. കിട്ടാവായിരുന്ന വരുമാനം ഗവൺമെന്റ് വേണ്ട എന്ന് വെക്കുന്നതിനെയാണ് ടാക്സ് എക്സ്പെൻഡിച്ചർ എന്ന് ബേസിക്കലി സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് പ്രിലിംസിന് ചിലപ്പോൾ ആ പോയിന്റ് കൃത്യമായിട്ട് ആവശ്യമായിട്ട് മാറിയേക്കാം. ഇനി ഇതിനകത്തുള്ള ഇങ്ങനെയുള്ള ഡേറ്റാസ് ആണ് നമുക്ക് മെയിൻസിനായിട്ട് ആവശ്യമുള്ളത്. ലൈക്ക് 66.5% ആളുകളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന ആളുകളുടെ സീറോ ടാക്സ് ലയബിലിറ്റി ആണ്. ആ പോയിന്റുകളൊക്കെ നമുക്ക് മെയിൻസിനായിട്ട് ആവശ്യമായിട്ട് മാറിയേക്കാം. ദെൻ ഇവിടെ കുറച്ച് കാര്യം കൂടെ നമുക്ക്
നമുക്ക് നോക്കാനായിട്ടുണ്ട്. ഇതാണ് നിൽ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓൾദോ നമ്പർ ഓഫ് സീറോ ടാക്സ് ലയബിലിറ്റി ഫയലേഴ്സ് റോസ് ടു 92% ഫിനാൻഷ്യൽ 25. ഈ വർഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 92% ആളുകൾ ഈ പറഞ്ഞ സീറോ ടാക്സ് ലയബിലിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതി വരും. കാരണം കറന്റ് പറയുവാണെങ്കിൽ പണ്ട് 2014 വരെ നിൽ ടാക്സ് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായിരുന്നു. അതായത് 2 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് സീറോ ടാക്സ് ആയിരുന്നു. പിന്നീട് അത് 2019 5 ലക്ഷം രൂപയാക്കി മാറ്റി. 2023 ബഡ്ജറ്റിലാണ് അത് 7 ലക്ഷം രൂപയാക്കി മാറ്റിയത്. ദിസ് മീൻസ് ദാറ്റ് പീപ്പിൾ ഇൻ ദ സ്ലാബ് ഓഫ് ആനുവൽ ഇൻകം ആർ നോട്ട് റിക്വയർഡ് ടു പേ ഇൻകം ടാക്സ് ഓൺ അക്കൗണ്ട് ഓഫ് റിബേറ്റ്. അതായത് അവരെ സംബന്ധിച്ച് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇനി അഥവാ അടയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് റിബേറ്റ് ചെയ്ത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിബേറ്റബിൾ എമൗണ്ട് ആയിട്ട് തിരികെ കയറിക്കൊള്ളുകയും ചെയ്തോളും. ഇപ്പം നിലവിൽ 7 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് അടയ്ക്കേണ്ട, അതായത് 7ന് മുകളിലുള്ള ആളുകൾ, അതായത് കറന്റ് പറയുകയാണെങ്കിൽ 12 ലക്ഷം ആക്കാൻ പോകണല്ലോ. 7 ലക്ഷം തൊട്ട് 12 ലക്ഷം വരെയൊക്കെയുള്ള ആളുകൾ നോക്കുവാണെങ്കിൽ ഒരു ആനുവൽ ഇൻകം 12 ലക്ഷം ഏൺ ചെയ്യുന്ന ആൾ ഗവൺമെന്റിലേക്ക് നിലവിൽ അടയ്ക്കുന്ന ടാക്സ് 80,000 രൂപയാണ്. ഇനി മുതൽ അതും ഗവൺമെന്റ് വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഇതിന്റെ പേരാണ് ടാക്സ് എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് ആ ടാക്സ് എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിലപ്പോൾ ഈ വർഷത്തെ പ്രിലിംസിന് ചോദ്യമായിട്ട് മാറിയേക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്ന് എടുത്തിരിക്കുന്നത്. സോ നമുക്ക് പഠിക്കേണ്ട ഇതാണ്, ഈ പോയിന്റ് ആണ്. ടാക്സ് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് എക്സ്പെൻഡിച്ചർ റിഫേഴ്സ് ടു ദ റവന്യൂ ഫോർഗോൺ, വേണ്ടാന്ന് വെച്ച റവന്യൂ ആണ്. റവന്യൂ ഫോർഗോൺ ബൈ ദ ഗവൺമെന്റ് ത്രൂ ടാക്സ് എക്സംഷൻസ് കൊടുക്കാം. ടാക്സ് എക്സംഷൻ കൊടുക്കാം, അതുപോലെ ഡിഡക്ഷൻസ് കൊടുക്കാം, ക്രെഡിറ്റ്സ് designed to incentivize certain economic activities and support specific social sectors such as housing. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വർഷമാണെങ്കിലും 12 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന ആൾക്കാരെ പറഞ്ഞിരിക്കും. 12 ലക്ഷത്തിന് മുകളിൽ ഏകദേശം 75,000 രൂപയും കൂടെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അതായത് 12,75,000 രൂപ വരെ ആക്ച്വലി ഏൺ ചെയ്യുന്ന ആളുകൾക്കും ഈ തവണ തൊട്ടിട്ട് ഈ അടുത്ത വർഷം തൊട്ടിട്ട് സീറോ ടാക്സ് അഥവാ നിൽ ടാക്സ് ലയബിലിറ്റിയിലേക്ക് മാറാനായിട്ട് സാധിക്കും. ലൈക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകം അല്ല ശരിക്കും പറഞ്ഞാൽ ടാക്സബിൾ ഇതായിട്ട് കണക്കാക്കുന്നത്. ടാക്സബിൾ ഇൻകം എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ ഈ വർഷത്തിന് തന്നെ പറയാം, നമ്മുടെ വരുമാനം 7,25,000 എന്ന് വിചാരിച്ചു. കറന്റ്ലി ഉള്ള സിസ്റ്റം പ്രകാരം നമ്മൾ ടാക്സിന്റെ സെക്ഷനിലേക്കാണ് നിൽക്കുന്നത്. നിൽ ടാക്സ് അല്ല, നിൽ ടാക്സ് 7 ലാക്സിന് താഴത്തേക്ക്. അപ്പൊ നമ്മൾ 25,000 രൂപ മുകളിലാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് സീറോ ടാക്സ് ആക്കി മാറ്റാൻ സാധിക്കും. കാരണം അതിന് ഗവൺമെന്റ് തന്നെ കുറെ അധികം എക്സംഷൻസ് നമുക്ക് നിയമപരമായിട്ട് നൽകുന്നുണ്ട്. ലൈക്ക് പറയുവാണെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസ്, നമ്മൾ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ അടയ്ക്കുന്ന ഫീസുകൾ, അതിന്റെ സർട്ടൻ പെർസെന്റേജ് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് പേ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രീമിയം, വാർഷിക പ്രീമിയം ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും സർട്ടൻ എമൗണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോം ലോണുകളൊക്കെ ആണെങ്കിൽ അതിലേക്ക് അടയ്ക്കുന്ന EMIs അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ HR, ഹൗസിംഗ് റെന്റ് അലവൻസുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് നിയമപരമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാനുള്ള അനുവാദം നൽകുന്നുണ്ട്. ലൈക്ക് അങ്ങനെയൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം 30,000 രൂപ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വിചാരിക്കും. ഓക്കെ, ഒരു 30,000 റുപ്പീസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് വിചാരിക്കാം. നമ്മുടെ ആനുവൽ ഇൻകം 7,25,000 ആണ്. അങ്ങനെയാണെങ്കിൽ 30,000 കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് 6 ലക്ഷത്തി ഏകദേശം 6,85,000 രൂപയിലേക്ക് നമുക്ക് കുറയുന്നതായിട്ട്, സോറി 6 ലക്ഷത്തി പറഞ്ഞ പോലെ 90,000, 6,95,000 എന്ന റേഞ്ചിലേക്ക് ഇത് റെഡ്യൂസ് ആയി മാറും. അപ്പൊ 6,95,000 എന്ന് പറയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതിന്റെ പരിധിയിൽ ഇല്ലാണ്ടാവും, നമ്മുടെ ടാക്സിന്റെ പരിധിയിൽ ഇല്ലാണ്ടാവും. നമ്മൾ നിൽ ടാക്സ് എന്നുള്ള ലയബിലിറ്റി സെക്ഷനിലേക്ക് മാറും. ഇതാണ് പറഞ്ഞത്. ഇപ്പം പറയുമ്പോൾ നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 7 ലാക്സിന് മുകളിലാണ്. പക്ഷേ ഇഫ് യു ക്യാൻ റെഡ്യൂസ് സം എമൗണ്ട് എന്ന് പറയുമ്പോഴേക്കും അവർ എമൗണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുള്ള നെറ്റ് ടാക്സ് എമൗണ്ട് 7 ലാക്സിന് താഴെയാക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽ ടാക്സിലേക്ക് മാറാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഗവൺമെന്റ് നൽകുന്നത് ഈ പറഞ്ഞാൽ ഇത്തരത്തിൽ വേണ്ട എന്ന് വെക്കുന്ന വരുമാനത്തിന് പറയുന്ന പേരാണ് ടാക്സ് എക്സ്പെൻഡിച്ചർ. എന്തിനാ ഗവൺമെന്റ് ഇങ്ങനെ അത് വേണ്ട എന്ന് വെക്കുന്നത്? ശരിയാണ്, ഗവൺമെന്റ് വരുമാനത്തിൽ കുറവ് വരും. പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങളുടെ മീൻസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കും. ലൈക്ക് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പൈസയുടെ അളവ് കൂട്ടാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടതാണ്, 12 ലക്ഷം രൂപ വരെ ഏൺ ചെയ്യുന്ന ആള്, ഒരു വർഷം ഏൺ ചെയ്യുന്ന ആള് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ആൾ 80,000 രൂപ ഗവൺമെന്റിലേക്ക് ടാക്സ് കൊടുക്കുന്നുണ്ട്. പോയിട്ട് ആൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 11,20,000 രൂപ മാത്രമാണ് ഈ പറഞ്ഞ ആൾക്ക് നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലാതെ 12 ലക്ഷം രൂപ ഫുൾ ആൾക്ക് ഇവിടെ നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടെ നിന്ന് ഇൻകം ടാക്സ് പേ ചെയ്യണം. ഇൻകം ടാക്സ് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ആൾക്ക് ശരിക്കും പറയുന്നത് ഡിസ്പോസിബിൾ ഇൻകം ആയിട്ടുള്ളത്. ഇനി മുതൽ 12 ലക്ഷം വേണം ചെയ്യുന്ന ആൾക്ക് 80,000 രൂപ അടയ്ക്കേണ്ട കാര്യമില്ല. വിച്ച് മീൻസ് ആളുടെ ഡിസ്പോസിബിൾ ഇൻകം എത്ര തന്നെ നിൽക്കും? 12 ലക്ഷം രൂപ തന്നെയാണ് ആളുടെ ഇനി ഡിസ്പോസിബിൾ ഇൻകം ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ എക്കണോമിയിലേക്ക് കൂടുതൽ പൈസ എത്തിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ഡിമാൻഡ്, ആളുകൾ കൂടുതൽ സാധനം വാങ്ങുന്നു, എക്കണോമിയിൽ കൂടുതൽ സാധനങ്ങൾക്ക് ഡിമാൻഡ് വരുന്നു, പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ എക്കണോമിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വെച്ചിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോർഗോൺ ചെയ്യുന്നത്. അപ്പൊ ടാക്സ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഒരുപക്ഷെ വരുമാനത്തിനകത്ത് മീൻസ് റിഡക്ഷൻ വരുത്തുമെങ്കിലും ഓൾ ഓവർ എക്കണോമിയിൽ അത് പോസിറ്റീവായിട്ട് മാറാനായിട്ടുള്ള ചാൻസുകൾ വളരെ വളരെ കൂടുതലാണ്. സോ ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വർദ്ധിപ്പിക്കാനായിട്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനെയാണ് നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡിസ്പോസിബിൾ ഇൻകത്തിൽ വർധനവ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പോയിന്റ് പ്രിലിംസിന് ഒന്ന് അറിഞ്ഞിരുന്നേക്കണം, കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളൊക്കെ മെയിൻസിന് വേണ്ടിയിട്ട് ഒന്ന് അറിഞ്ഞിരുന്നേക്കാം. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്.
RBI ഡബിൾസ് ബോണ്ട് പർച്ചേസ് എമൗണ്ട് ഫോർ ദ നെക്സ്റ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RBI അടുത്ത ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടുള്ള ബോണ്ട് പർച്ചേസിന്റെ എമൗണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. സിംപ്ലി പറയുവാണെങ്കിൽ RBIയുടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുകയോ പർച്ചേസ് ചെയ്യുകയോ, അതായത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് RBI ആണ് കണ്ടക്ട് ചെയ്യുന്നത്. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെയിലോ പർച്ചേസോ ചെയ്യുന്നതിന് പറയുന്ന ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഇതിനകത്ത് കണ്ടോ, സെയിലും ഉണ്ട് പർച്ചേസും ഉണ്ട്. RBI ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വിൽക്കുന്നു, പകരം അതിൽ പറഞ്ഞിരിക്കുന്ന ആ സെക്യൂരിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന തുക പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കുന്നു. അപ്പൊ ഇത് എന്തിനാ ആക്ച്വലി ചെയ്യുന്നത്? എക്കണോമിയിൽ ലിക്വിഡിറ്റി പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാനായിട്ട്. എക്സസ് ആയിട്ടുള്ള ലിക്വിഡിറ്റി എക്കണോമിയിൽ ഉണ്ടാകുമ്പോൾ ആ എക്സസ് ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാനായിട്ട് RBI യൂഷ്വലി സെൽസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റി സെല് ചെയ്യുന്നു, അതിൽ പറയുന്ന എമൗണ്ട് RBIയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ എക്കണോമിയിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സസ് ലിക്വിഡിറ്റി RBIക്ക് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ഇനി നേരെ ഒന്ന് ആലോചിച്ച് നോക്കി, എപ്പോഴായിരിക്കും RBI അപ്പം ഗവൺമെന്റ് സെക്യൂരിറ്റീസ് തിരികെ ബൈബാക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് കയ്യിലുള്ള ആളുകൾക്ക് RBI പറയുമ്പോൾ RBIയുടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനുള്ള എമൗണ്ട് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതപ്പോൾ എപ്പോഴായിരിക്കും ചെയ്യേണ്ടത്? നാട്ടിലെ ലിക്വിഡിറ്റി ക്രൈസിസ് വരുമ്പോൾ, അതായത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ഈ ലിക്വിഡിറ്റി ഇഞ്ചക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പമ്പ് ചെയ്യാനായിട്ട് RBI മെയിൻലി ഉപയോഗിക്കുന്നതാണ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യും അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യും. അപ്പൊ അത് പിടികിട്ടില്ല. അപ്പം ഈ ടേം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്കണോമിയിലെ ലിക്വിഡിറ്റിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂടുതൽ എക്സസ് ആണോ അതോ ഡെഫിസിറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്കണോമിയിൽ ലിക്വിഡിറ്റി എക്സസ് ആണെങ്കിൽ RBI ഒബ്വിയസ്ലി ചെയ്യുന്ന എന്തായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല്ലായിരിക്കും ചെയ്യുന്നത്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുവാണെങ്കിൽ എക്സസ് ലിക്വിഡിറ്റി ആണ് എക്കണോമിയിലുള്ളത്. എന്നാൽ അതേ സ്ഥാനത്ത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബൈബാക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ലിക്വിഡിറ്റി ഈ പറഞ്ഞ പോലെ ക്രൈസിസ്, എക്കണോമിയിൽ ലിക്വിഡിറ്റി ഇല്ല, ക്രൈസിസ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ആ ഹെഡിങ് ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ RBI ഡബിൾസ് ബോണ്ട് പർച്ചേസ് എമൗണ്ട് ഫോർ നെക്സ്റ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഏതാ ചെയ്യാൻ പോകുന്നത്? ബോണ്ട് പർച്ചേസ് ആണ്. ബോണ്ട് പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബോണ്ട് ബൈബാക്ക് ചെയ്യുന്നു. അപ്പം ബോണ്ട് ബൈബാക്ക് ചെയ്യാൻ കാരണം എക്കണോമിയിൽ ആവശ്യത്തിന് പൈസ ഇല്ല. സോ ലിക്വിഡിറ്റി ക്രൈസിസ് നിലവിൽ എക്കണോമിയിൽ ഉണ്ട്. ഇതിനെ പരിഹരിക്കാനായിട്ടാണ് RBI ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഞാൻ ഉദ്ദേശിക്കുന്ന ബൈയിങ് ഓഫ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് RBI ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് എക്കണോമിക് ലിക്വിഡിറ്റി കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനായിട്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്ത ശ്രദ്ധിച്ചല്ലേ, നമ്മൾ RBIയുടെ റിപ്പോ നിരക്കുകളൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. വിച്ച് മീൻസ് ലോണുകളുടെ ഒക്കെ പലിശ നിരക്കുകൾ കുറയ്ക്കും. അപ്പൊ ലോണുകളുടെ പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോഴേക്കും ആളുകൾക്ക് എളുപ്പത്തിൽ ചീപ്പർ ലോൺസ് മാർക്കറ്റ് ചെയ്ത് ബൈബാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ് എക്കണോമിയിൽ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യുന്നത്. എക്കണോമിയിൽ ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടെങ്കിൽ സാധാരണ ഇതിൽ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് RBI ചെയ്യുന്നത് റിപ്പോ നിരക്കുകൾ കുറയ്ക്കും. RBIയുടെ ബേസിസ് റേറ്റുകളായ ലിക്വിഡിറ്റി റേറ്റുകളായ റിപ്പോ നിരക്കുകൾ കുറയ്ക്കും. അല്ലെങ്കിൽ RBI പറഞ്ഞ ഇത്തരത്തിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ ഗവൺമെന്റ് ബോണ്ടുകൾ ഈ പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെയാണ് RBI മാർക്കറ്റിൽ ലിക്വിഡിറ്റി പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ. RBIയുടെ മോണിറ്ററി പോളിസി ടൂളുകൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടൂളിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോറൽ സുവേഷൻ അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങളാണ് ക്വാളിറ്റേറ്റീവ് ടൂൾ. ഇത് മെയിൻലി ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ഓഫ് ഓപ്പറേഷൻ ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നോക്കി. ഇതൊക്കെ പ്രിലിംസിന് വളരെയധികം പ്രാധാന്യമായിട്ട് മാറിയേക്കാവുന്ന ആർട്ടിക്കിൾ കൂടി കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ ഇത് ഇത്രയും പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുപോലത്തെ ആർട്ടിക്കിൾസ് നമുക്ക് പഠിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് അതാണ് നിങ്ങൾ ഡെയിലി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അധികം സമയം എടുക്കത്തില്ല പത്രം വായിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ വായിച്ച പല ആർട്ടിക്കിൾസിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. സോ വി ക്യാൻ കവർ ദിസ് ന്യൂസ് പേപ്പർ ഇൻ എ സ്പീഡി മാനർ. സോ അതുകൊണ്ട് നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. തേർഡ് ആർട്ടിക്കിൾ, ഉഡാൻ 5.5 ലോഞ്ച് ടു ലിങ്ക് റിമോട്ട് ഏരിയാസ് വിത്ത് സീ പ്ലെയിൻ ആൻഡ് കോപ്റ്റർ സർവീസസ്. ഹെലികോപ്റ്റർ സർവീസസ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഉഡാൻ എന്നുള്ള സ്കീം മനസ്സിലാക്കണം. അതിനുശേഷം ഈ പറഞ്ഞ ഉഡാൻ 5.5നെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഉഡാൻ എന്നുള്ള സ്കീം മെയിൻലി ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും, റീജിയണൽ എയർ ഡെവലപ്മെന്റ് റീജിയണൽ കണക്ടിവിറ്റി സ്കീമാണ്. അതായത് നമ്മൾ പറയുവാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യമാണ്, പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഏരിയാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഇന്ത്യയുടെ ഒരു ലോവർ പോർഷനിലാണല്ലോ കേരളം വരുന്നത്. കേരളത്തിൽ നിന്ന് അങ്ങ് നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് എളുപ്പം ചെല്ലാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ട്രെയിനിലൊക്കെ നമ്മൾ സഞ്ചരിക്കാൻ പോയി കഴിഞ്ഞാൽ ദിവസങ്ങളോളം അവിടെ ഇട്ടെടുക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങൾ നമ്മൾ ഇതുപോലെ കണക്ടിവിറ്റിയുടെ ഒരു ഇഷ്യൂ നിലവിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇഷ്യൂ ഫേസ് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളാണ്. കാരണം നോർത്ത് ഈസ്റ്റ് നമുക്കറിയാം ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്നും ഒരു ചെറിയൊരു പോർഷനോടെയാണ് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ചെറിയ പോർഷൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ മെയിൻലാൻഡ് ആ ഒരു നോർത്ത് ഈസ്റ്റിലുള്ള മെയിൻലാൻഡ് ഇവിടുന്ന് മാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പം കൂടുതൽ സ്കീമുകളൊക്കെയാണ് അങ്ങോട്ടേക്ക് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. കാരണം അവർക്ക് ഏലിയനേറ്റഡ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് വരാൻ പാടില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലേക്കുള്ള സംസ്ഥാനങ്ങളെ കൂടുതൽ റീജിയനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു സ്കീം കൂടിയാണ് ഉഡാൻ എന്ന് പറയുന്നത്. ഉഡാൻ എന്ന് പറഞ്ഞാൽ ഉഡേ ദേശ് കാ അപ്ന നാഗരിക് എന്നുള്ളതാണ് മെയിൻലി അതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്. 2016 ഗവൺമെന്റ് ലോഞ്ച് ചെയ്താണ്. ഫോർ 10 ഇയർ പീരീഡിലേക്കാണ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ഇതിലൂടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, പ്രൊവൈഡ് അഫോർഡബിൾ ആൻഡ്
എഫിഷ്യന്റ് എയർ ട്രാവൽ. നമുക്കറിയാം ട്രാവലിംഗ് മെത്തേഡിൽ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് എഫിഷ്യന്റ് എന്ന് പറയുന്നത് എയർ ട്രാവൽ ആണ്. ബിക്കോസ് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോകണം. ഡൽഹി പോകണമെങ്കിൽ ചുരുങ്ങിയത് ട്രെയിൻ ആണെങ്കിൽ എന്താ ഒരു ദിവസം 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നമുക്ക് എടുക്കാം. എന്നാൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഈ പറഞ്ഞ 3 മുതൽ 4 മണിക്കൂർ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണെങ്കിൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഡൽഹിയിൽ ചെന്നെത്താനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചുകൂടി എഫിഷ്യന്റ് ആണ്, ടൈം എഫിഷ്യന്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നിലവിൽ എയർ ട്രാവൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോസ്റ്റ്ലിയർ ആണ്. കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെ ഒന്ന് പരിഹരിച്ചിട്ട് ആളുകളിലേക്ക് കൂടുതൽ പോപ്പുലറൈസ് ആക്കാനായിട്ടുള്ള ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഈ ഉഡാൻ എന്ന് പറയുന്ന ഒരു സ്കീം. അപ്പൊ ഉഡാൻ എന്നുള്ള സ്കീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഫോർഡബിളും എഫിഷ്യന്റും ആയിട്ടുള്ള എയർ ട്രാവൽ നിലവിൽ കൊടുക്കുക. അതിൽ കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ ടയർ 2, ടയർ 3 സിറ്റീസിലും റിമോട്ട് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ കൂടുതൽ ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എസ്പെഷ്യലി അൺസർവ്ഡ് ആൻഡ് അണ്ടർസർവ്ഡ് എയർപോർട്ടുകൾ, മീൻസ് അവിടങ്ങളിലേക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ എയർപോർട്ടുകൾ എന്ന് പറയുന്നത് ചെറിയ എയർപോർട്ടാണ്. നമ്മുടെയൊക്കെ നാട്ടിലുള്ള പോലത്തെ അല്ല, വളരെ ചെറിയ എയർപോർട്ടാണ്, ചെറിയ റൺവേസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വിമാനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് ഈ ഉഡാൻ എന്നുള്ള സ്കീമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകൾ എന്ന് പറയുന്നത് ചെറിയ വിമാനങ്ങളാണ്. അതായത് ഒരു താഴെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 50 സീറ്റിന് താഴത്തേക്ക് അല്ലെങ്കിൽ 75 സീറ്റിനൊക്കെ താഴത്തേക്ക് കപ്പാസിറ്റി ഉള്ള വിമാനങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്കീം റൺ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, എസ്പെഷ്യലി എയർ ട്രാവൽ എന്ന് പറയുമ്പോൾ സിവിൽ ഏവിയേഷൻ ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്ന മിനിസ്ട്രി എന്ന് പറയുമ്പോൾ. ദെൻ ഇതിനകത്ത് ഫണ്ടിംഗ് എന്ന് പറയുന്നത് മെയിൻലി പറഞ്ഞ പോലെ ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഒരു പെർ റേറ്റ് പറയും, ഒരു സീറ്റിന് ഇത്ര രൂപയിൽ കൂടാൻ പാടില്ല. ഉദാഹരണം പറയുവാണെങ്കിൽ ഇവിടുന്ന് എന്താ പറയാ, നമ്മുടെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്നും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ മുംബൈ വരെ പോകുന്നതിന് ഈ ഒരു സ്കീം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഉഡാൻ എന്നുള്ള സ്കീമിനകത്ത് കൊച്ചി ടു മുംബൈ റൂട്ട് ഇതിനകത്ത് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയും ഈ റൂട്ടിൽ മാക്സിമം ഈ പറഞ്ഞ പോലെ 2500 രൂപയെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഹൈപ്പോത്തറ്റിക് എക്സാമ്പിൾ ആണ്, 2500 രൂപ ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പ്രൈവറ്റ് കമ്പനീസ്, മീൻസ് എയർലൈൻ കമ്പനീസ് ഇതിൽ കൂടുതൽ പാസഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ പാടില്ല. പക്ഷേ എയർലൈൻസ് ആണ് ഓരോ ദിവസം അവരുടെ ചെലവുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ എയർലൈനിന്റെ ഫ്യൂവലിന്റെ റേറ്റ് ഒക്കെ മാറി കഴിഞ്ഞാൽ ഈ 2500 ഒന്നും പറ്റിയെന്ന് നടക്കത്തില്ല. മേ ബി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഇന്ന് ചിലപ്പോൾ 2500 ഓടിക്കാൻ പറ്റി, കുഴപ്പമില്ല. നാളെ എയർലൈൻസിന്റെ ചെലവും കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും 3000 രൂപയായിട്ട് മാറി വിചാരിച്ചു. കൊച്ചി ബോംബെ റൂട്ടിൽ 3000 രൂപയായിട്ട് പെർ സീറ്റിന്റെ റേറ്റ് മാറി. പക്ഷെ 2500 പാസഞ്ചേഴ്സിനെ ഇടാൻ പറ്റുള്ളൂ. 500 രൂപ നഷ്ടം സഹിച്ച് ഒരിക്കലും കമ്പനി ഓടത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ ഫ്ലൈറ്റ് നിർത്തി പോകാനും പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇത് ഉഡാനുള്ള സ്കീമിന്റെ പ്രത്യേകതയാണ്, അത് കണ്ടിന്യൂ ചെയ്യും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബാലൻസ് 500 റുപ്പീസ് ആര് പേ ചെയ്യും? ഗവൺമെന്റ്. ബാലൻസ് 500 രൂപ ഗവൺമെന്റ് ഈ കമ്പനിക്ക്, എയർലൈൻ കമ്പനിക്ക് പേ ചെയ്ത് അത് ഈ പറഞ്ഞ പോലെ അവർക്ക് 3000 രൂപ കിട്ടാനായിട്ട് സാധിക്കും. ഇതിനെയാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് ബേസിക്കലി ഒറ്റവാക്കിൽ സിംപ്ലി പറയുവാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അതിനെ ഈ പറഞ്ഞ പോലെ നിർത്താൻ പാടില്ല. അതിന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസും എക്സ്പെക്ടഡ് റവന്യൂ തമ്മിലുള്ള വ്യത്യാസം ഗവൺമെന്റ് അവിടെ കവർ ചെയ്ത് കൊടുക്കും. അതാണ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഉഡാനുള്ള സ്കീം റൺ ചെയ്യുന്നത്. നിലവിൽ ഉഡാന്റെ 5.5 വേർഷൻ, 5.5 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആയി. ഈ സമയത്താണ് നമ്മൾ ഇനി ഈ പറഞ്ഞ സീ പ്ലെയിനുകളൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ വാർത്ത കണ്ടു കാണുമല്ലോ, കൊച്ചി കായലിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സീ പ്ലെയിൻ ലാൻഡ് ചെയ്തതിനെ കുറിച്ചിട്ട്. അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൺവേയുടെ ആവശ്യമില്ല. ഇതുപോലെ ജലഗതാഗതമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്ലെയിനുകൾക്ക് ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുവഴി കുറച്ചുകൂടെ നമുക്ക് റിമോട്ട് ഏരിയാസിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടും അതുവഴി പോസിബിൾ ആണ്. അതുപോലെ ഹെലികോപ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഇപ്പൊ ഇത്ര നാളും പറയുവാണെങ്കിൽ അങ്ങനെ സീ പ്ലെയിൻസോ ഹെലികോപ്റ്റേഴ്സോ ഒന്നും തന്നെ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു കമ്പോണന്റ് കൂടെ, സീ പ്ലെയിൻസും കോപ്റ്റർ സർവീസും നമ്മൾ കൂടുതലായിട്ടും ഉഡാൻ 5.5 യൂസ് ചെയ്യും എന്നുള്ളതാണ് ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് വരാം. ഉഡാൻ 5.5 യൂസേഴ്സ് വിൽ ബി യൂസിംഗ് സീ പ്ലെയിൻസ് ആൻഡ് കോപ്റ്റർ സർവീസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്നാൽ നിലവിലുണ്ടായിരുന്ന ഉഡാൻ സ്കീമിനകത്ത് അത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിലൂടെ ഇന്ത്യയിലെ റീജിയണൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്കണോമിക് ആണെങ്കിൽ റിവൈവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കും, അതുവഴി കൂടുതൽ ട്രേഡ് നടത്താനായിട്ടൊക്കെ തന്നെ സാധിക്കും. അതൊക്കെ എക്കണോമിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറും. ദെൻ മൂവിംഗ് ഓൺ ടു അവർ ഫോർത്ത് ടോപ്പിക്, പാർലമെന്ററി പാനൽ എക്സ്പ്രസസ് കൺസേൺ ഓവർ ജൽ ജീവൻ മിഷൻ മിസ്സിംഗ് ഡെഡ് ലൈൻ. ജൽ ജീവൻ മിഷന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2019 ഗവൺമെന്റ് ലോഞ്ച് ചെയ്താണ്. 5 വർഷം, 2024 ഇതിന്റെ ഒബ്ജക്റ്റീവ് കവർ അപ്പ് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് ഡെഡ് ലൈൻ നീക്കാൻ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. 2029 ഇപ്പൊ ഇത് ഈ വർഷത്തെ ബഡ്ജറ്റിന് അത് പുഷ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നുണ്ട് അതിന്റെ ഡെഡ് ലൈനിന്റെ കാര്യങ്ങളിലേക്ക്. ഇനി എന്താണ് നമുക്ക് ഈ ജൽജീവൻ മിഷൻ നമ്മൾ ഉദ്ദേശിക്കുക എന്നുള്ള കാര്യം പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. സോ 2019 ലോഞ്ച് ചെയ്തതാണ് ടു പ്രൊവൈഡ് ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ 2024. 2024 ആകുമ്പോഴേക്കും എല്ലാ ഗ്രാമീണ വീടുകളിലും ഈ പറഞ്ഞ പോലെ ഓർക്കണം, എല്ലാ വീടുകളല്ല, എല്ലാ ഗ്രാമീണ വീടുകൾ, ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സിലേക്ക് ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് എത്തിക്കുക എന്നുള്ളതാണ്. 2024 എത്തിക്കുക എന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. അതുവഴി ഈ പറഞ്ഞ പോലെ അറ്റ് റേറ്റ് ഓഫ് 55 ലിറ്റേഴ്സ് പെർ ക്യാപിറ്റ പെർ ഡേ, അതായത് ഒരു വീട്ടിലെ ഒരാൾക്ക് 55 ലിറ്റർ ശുദ്ധജലം ഒരു ദിവസം എന്നുള്ള കണക്കിലായിരിക്കും ഇതിലൂടെ നമ്മൾ വെള്ളം എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന്റെ കീ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓവർ ദിസ് 5 ഇയേഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ ടാപ്ഡ് വാട്ടർ കണക്ഷൻസ്, ഫംഗ്ഷണൽ ഹൗസ് ഹോൾഡ് ടാപ്പ് കണക്ഷൻസ് 3.23 കോടിയിൽ നിന്നും 15 കോടികളിലേക്ക് വീടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അപ്പൊ അത്രയും ഹൗസ് ഹോൾഡ്സ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്.
ഇനി അത് എടുത്ത് പറയുവാണെങ്കിൽ ഇന്ത്യയിലെ 28 സംസ്ഥാനത്തിൽ 8 സംസ്ഥാനവും 3 യൂണിയൻ ടെറിട്ടറീസിലും നമുക്ക് 100% കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ സ്കൂളുകളുടെ കാര്യമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 88.9 സ്കൂളുകളും 85% അംഗനവാടികളിലും നമുക്ക് ഇതിലൂടെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ടാപ്ഡ് വാട്ടർ കണക്ഷൻസ് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അങ്ങനെ ഈ പറഞ്ഞ ഏകദേശം 2.28 ലാക്ക് വില്ലേജസും 190 ഡിസ്ട്രിക്ട്സുകളിലും നമുക്ക് ഹർ ഘർ ജൽ എന്നുള്ള സ്റ്റാറ്റസ് നമുക്ക് എത്തിക്കാൻ സാധിച്ചു. മീൻസ് ഇതിലൂടെ കവർ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോഴേക്കാണ് ഹർ ഘർ ജൽ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഈ ഒരു സ്കീമിന്റെ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ഓർത്തിരിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലേക്കും ഈ പറഞ്ഞ 2019 ലോഞ്ച് ചെയ്തു, ഓഗസ്റ്റ് 2019 ലോഞ്ച് ചെയ്തു. എയിം ടു പ്രൊവൈഡ് 55 ലിറ്റേഴ്സ് ഓഫ് ക്ലീൻ ഡ്രിങ്കിംഗ് വാട്ടർ പെർ പേഴ്സൺ പെർ ഡേ ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ 2024 ആണ്. ടു ഓൾ ഹൗസ് ഹോൾഡ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ടു ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് ബൈ 2024 ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതിലൂടെ 100% അച്ചീവ് ചെയ്ത സംസ്ഥാനങ്ങൾ 8 സംസ്ഥാനങ്ങളോളം ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഒരു എന്താ പറയാ 100% ആ ഒരു സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഹർ ഘർ ജൽ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, അരുണാചൽ പ്രദേശ്, ദാദ്ര നാഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മിസോറാം, പുതുച്ചേരി, പഞ്ചാബ് ആൻഡ് തെലങ്കാന, അതായത് 8 സംസ്ഥാനങ്ങളും 3 യൂണിയൻ ടെറിട്ടറീസും കൂടി ചേർത്തിട്ടാണ് മൊത്തം 11 ഈ പറഞ്ഞ പോലെ ഇടങ്ങളിൽ 8 സംസ്ഥാനവും 3 യൂണിയൻ ടെറിട്ടറീസും ഇതിനകത്ത് ഹർ ഘർ ജൽ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യമാണ് മെയിൻലി നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഡെഡ് ലൈനെ കുറിച്ചല്ല പരീക്ഷ ചോദിക്കുന്നത്. പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. സ്കീം റൺ ചെയ്യുന്ന ഏത് മിനിസ്ട്രിയാണ്, അതിലൂടെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ, ദെൻ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്. ഇന്ത്യ ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഗ്ലോബൽ നോർത്ത് ആൻഡ് ഗ്ലോബൽ സൗത്ത് എന്നുള്ള ആർട്ടിക്കൽ ഹെഡ്ലൈൻ ആയിട്ട് മാറിയിരുന്നത് ഹിന്ദു ന്യൂസ് എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഗ്ലോബൽ നോർത്തും എന്താണ് ഗ്ലോബൽ സൗത്ത് എന്നുള്ളത്. പണ്ട് നമ്മൾ ഡെവലപ്ഡ് രാജ്യങ്ങൾ, ഡെവലപ്പിംഗ് കൺട്രീസ് ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. ഇപ്പൊ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ല. അതിന് പകരമുള്ള ടെർമിനോളജീസ് ആണ് ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും. അപ്പൊ ഗ്ലോബൽ നോർത്ത് കൺട്രീസ് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പണ്ട് ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് വിളിച്ചിരുന്ന രാജ്യങ്ങളെയാണ് ഗ്ലോബൽ നോർത്ത് കൺട്രീസ് അറിയപ്പെടുന്നത്. ഡെവലപ്പിംഗും ലീസ്റ്റ് ഡെവലപ്പിംഗും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്ലോബൽ സൗത്ത് കൺട്രീസ്. ഇങ്ങനെ ഒരു ഡിവിഷൻ വരാൻ മീൻസ് അതിലേക്കുള്ള പ്രിലിംസിന്റെ പോയിന്റ് ആണ് എന്താണ് ബ്രാൻഡ് ലൈൻ എന്നുള്ളത്. ബ്രാൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് ദാറ്റ് ഡിവൈഡ്സ് എ വേൾഡ് ഇൻടു റിച്ച് നോർത്ത് ആൻഡ് പുവർ സൗത്ത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇത് ആക്ച്വലി പണ്ടത്തെ ഒരു വെസ്റ്റ് ജർമ്മൻ ചാൻസലർ ആയിരുന്ന വില്ലി ബ്രാൻഡ്, അദ്ദേഹമാണ് ഈ ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് ബ്രാൻഡ് ലൈൻ എന്നറിയപ്പെടുന്നത്. ഇത് റഫ്ലി അറൌണ്ട് ഗ്ലോബൽ 30 ഡിഗ്രി നോർത്ത് ആണ്. ഗ്ലോബലിൽ ഇപ്പൊ 30 ഡിഗ്രി നോർത്തിലൂടെയാണ് ഈ ലൈൻ, ഈ ഒരു റെഡ് ലൈൻ നിങ്ങൾ പോകുന്നത് കാണുന്നുണ്ട്. ആ ലൈൻ പോകുന്ന റഫ്ലി അറൌണ്ട് 30 ഡിഗ്രി നോർത്ത് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതിനകത്ത് ഒരു എക്സംഷൻ ഇരിക്കുന്നത്, നമ്മൾ ഈ ഗ്ലോബൽ നോർത്ത് എന്ന് പറയുമ്പോൾ അതിലെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളാണ് എല്ലാവരും നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്ന് പറയാൻ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് എക്സെപ്ഷൻ കാണാം. ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നത് ഡെവലപ്ഡ് രാജ്യമാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ നോർത്തിൽ വരുന്നതാണ്. ബട്ട് ഓസ്ട്രേലിയ നമ്മൾ ഇതിൽ നോക്കുമ്പോഴേക്കും ഒരു സതേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ നോർത്ത് കൺട്രീസ് എല്ലാം നോർത്തേൺ ഹെമിസ്ഫിയറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ നമുക്ക് ഇവിടെ കാണാം ഗ്ലോബൽ സൗത്ത് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ചൈന, ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സൗത്തിൽ വരുന്ന രാജ്യങ്ങളാണ്. ഇതിലാണ് ഇപ്പൊ ഇന്ത്യ നിലവിലെ ഒരു ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം ഗ്ലോബൽ സൗത്തിലെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിട്ട് ഇപ്പൊ നിലവിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളർന്ന് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ നോർത്തുമായിട്ട് ഒരു ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. മറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും ഗ്ലോബൽ നോർത്ത് രാജ്യങ്ങളുമായിട്ട് ഒരു പാലം, ഒരു ബ്രിഡ്ജ് പോലെ, ഒരു കണക്ടിങ് ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ ഇന്ത്യയുടെ ഒരു അഡ്വാൻറ്റേജ് അറിഞ്ഞിരിക്കാം. എസ്പെഷ്യലി ലാർജസ്റ്റ് ഡെമോക്രസി വേൾഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സൗത്തിലെ പ്രധാനപ്പെട്ട ഒരു പിവറ്റൽ റോള് ഇന്ത്യ വഹിക്കുന്നുണ്ട്. അത് മറ്റ് രാജ്യങ്ങളും ഇന്റർനാഷണൽ ഫോറംസിലും നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റീസെന്റ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ G20 മീറ്റിംഗ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്ത് ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. ഇന്ത്യ ആയിരുന്നു അതിന്റെ ചെയർമാൻഷിപ്പ് ഒക്കെ തന്നെ ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്കൊക്കെ ഇന്ത്യക്ക് വളരാൻ സാധിച്ചതും ഇന്റർനാഷണലി പല രാജ്യങ്ങളും ഇന്ത്യ അങ്ങനെ രീതിയിൽ അംഗീകരിക്കുന്നു എന്നുള്ളതും നമുക്കത് കണ്ടറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യ റോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഗ്ലോബൽ സൗത്ത് ലീഡറായിട്ട് മാറുമ്പോൾ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഡെമോക്രാറ്റിക് വാല്യൂസ്. ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ആ ഡെമോക്രാറ്റിക് വാല്യൂസ് മറ്റ് രാജ്യങ്ങളിലേക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഇന്ത്യക്ക് സാധിക്കും. എസ്പെഷ്യലി പറയുവാണെങ്കിൽ ഇന്ത്യയുടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, റൂൾ ഓഫ് ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, ഈ ഒരു കോപ്പറേഷൻ പ്രോഗ്രാമിലൂടെ എസ്പെഷ്യലി ഗ്ലോബൽ സൗത്ത് കൺട്രീസിന്, ഡെവലപ്പിംഗ് കൺട്രീസ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആ രാജ്യങ്ങൾ, മറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ നിന്ന് സിവിൽ സർവൻസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതാണ് ഇന്ത്യൻ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. നമ്മൾ ഇവിടുത്തെ ഡെമോക്രസി വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ആ വാല്യൂസ് അവർക്ക് അവരുടെ സ്വന്തം രാജ്യത്താണെങ്കിലും പ്രയോഗിക്കാനായിട്ട് സാധിക്കും, അങ്ങനെ ട്രെയിനിങ്സ് കിട്ടി കഴിയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ
ഗ്ലോബൽ സൗത്തിലെ മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടുന്ന ടെക്നിക്കൽ അസിസ്റ്റൻസുകൾ, ഇലക്ഷൻ ഒക്കെ സ്മൂത്ത് ആയിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള എക്സ്പെർട്ടൈസുകൾ, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇന്ത്യ കൊടുക്കാറുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ റീസെന്റ് അഫ്ഗാനിസ്ഥാനിലും അല്ലെങ്കിൽ ഭൂട്ടാനിലും നേപ്പാളിലും ഇവിടങ്ങളിലൊക്കെ ഇലക്ഷൻസ് വരുമ്പോഴേക്കും ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ ഈ പറഞ്ഞ പോലെ അവിടെ ഈ പറഞ്ഞ ക്രൂഷ്യൽ റോള് വഹിക്കാറുണ്ട്. അവിടുത്തെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണ്ടുന്ന സഹായങ്ങളൊക്കെ നമ്മൾ നൽകാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ ഡെമോക്രസിയുടെ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കുന്നതാണ്. വി അഡ്വക്കേറ്റ് ഫോർ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്, എല്ലാ ആളുകളെയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ്, വിച്ച് മീൻസ് അവിടെ പൂർ ആയിട്ടുള്ള ആൾക്കാർ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയല്ല, എല്ലാ ഒരു രാജ്യത്തെ എല്ലാ ആളുകൾക്കും രീതിയിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാകണം. അതിന്റെ ഭാഗത്തായിട്ട് ഇന്ത്യ ആണെങ്കിൽ ഇൻക്ലൂസീവ് ഗ്രോത്തിനും പോവർട്ടി എലിവേഷൻ, നമ്മുടെ MGNREGA സ്കീം, അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇതൊക്കെ ഈ പറഞ്ഞ പോവർട്ടി എലിവേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഓരോരോ സ്കീമുകളാണ്. ഇതൊക്കെ നമ്മൾ മറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങളോടും ഇതേപോലെ തന്നെ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. അപ്പോൾ നമ്മൾ എന്തിനാണ് സോളാർ അലയൻസുമായിട്ട് മുന്നോട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ബിക്കം സെൽഫ് സഫിഷ്യന്റ് ഇൻ എനർജി സെക്ടർ. ആ എനർജി സെക്ടറിൽ നിലവിൽ നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ പുറത്ത് ഇറക്കുമതി ചെയ്യുക. ആ മേഖലയിൽ നമുക്ക് കൂടുതൽ സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് മാറണം. അങ്ങനെ വന്നെങ്കിലുള്ള നമ്മുടെ രാജ്യത്തെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന്റെ ആവശ്യങ്ങളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊക്കെ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ സൗത്ത് സൗത്ത് കോർപ്പറേഷന്റെ ചാമ്പ്യൻ രീതിയിലും ഇന്ത്യ ആക്ട് ചെയ്യുന്നുണ്ട് ത്രൂ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറയുമ്പോഴേക്കും ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. സോ ഇങ്ങനെയൊക്കെയുള്ള ബ്രിക്സ് സംഘടനകൾ, അതൊക്കെ നോക്കുവാണെങ്കിൽ നമ്മളൊരു ഗ്ലോബൽ സൗത്തിന്റെ ഒക്കെ ഒരു രാജ്യങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. അതുപോലെ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക ഡയലോഗ് ഫോറം, ഇങ്ങനെയൊക്കെയുള്ള ഗ്ലോബൽ ഫോമാറ്റുകളിലൊക്കെ തന്നെ ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ ആവശ്യകതകളെ കുറിച്ച് വോയിസ് റേസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഒരു ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നു എന്നതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഇന്ത്യയുടെ ഗ്ലോബൽ ലീഡർ എന്നുള്ള പൊസിഷനിലേക്ക് ഇന്ത്യ വളർന്നു വരുന്നതിന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇന്ത്യക്ക് ഒരുപാടധികം ടെൻഷൻസ്, ഒരുപാട് ചലഞ്ചസ് ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ബാലൻസിങ് എക്കണോമിക് ഗ്രോത്ത് വിത്ത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഈ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഒരു സൈഡിൽ പാലിക്കണം, അതോടൊപ്പം ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഗ്രോത്തും ഒരു സൈഡിലൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അങ്ങനെ വരുമ്പോഴേക്കും അത് ഈ പറഞ്ഞ പോലെ ഒരു ചലഞ്ചായിട്ട് മാറി. എസ്പെഷ്യലി നമുക്ക് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ ലാൻഡ് അക്വിസിഷൻ, ലാൻഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഭൂമി ഉള്ള ആളുകൾ എന്നൊക്കെ ഭൂമി അത്യാവശ്യം എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ലാൻഡ് റിഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കേണ്ടി വന്നേക്കാം. അതൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻഇക്വാളിറ്റി ഒക്കെ തന്നെ രൂക്ഷമാകാനുള്ള ചാൻസുകളും വളരെ വളരെ കൂടുതലാണ്. അതുപോലെ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട്, അങ്ങനെ ഈ പറഞ്ഞ ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, ട്രൈബൽ കമ്മ്യൂണിറ്റീസിനൊക്കെ റൈറ്റിനെയൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ ഇതാകേണ്ടി വരും. അതൊക്കെ വരുമ്പോഴേക്കും ഈ പറഞ്ഞ നമുക്ക് ഒബിയസ്ലി ചലഞ്ചസ് ആയിട്ട് മാറിയേക്കാം. ദെൻ ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ റീജിയണൽ ഡൈവേഴ്സിറ്റി, നമുക്കിപ്പം ഒരുപാടധികം റിലീജിയസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് താമസിക്കുന്ന ഏരിയ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്, കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് ഈ പറഞ്ഞ പോലെ സെക്യുലറിസം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോവുക, എമിഡ്സ് റിലീജിയസ് ഡൈവേഴ്സിറ്റി, ഇത്രയും ഡൈവേഴ്സിറ്റിയിൽ നമ്മൾ കൃത്യമായിട്ട് സെക്യുലർ ആയിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നതും കൃത്യമായിട്ട് ഈ പറഞ്ഞാൽ നമുക്കൊരു ചലഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. പിന്നെ സോഷ്യൽ ഇൻഇക്വാളിറ്റീസ്, ലൈക്ക് പറയുവാണെങ്കിൽ കാസ്റ്റിന്റെയും ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻസ്, സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഒരു നിലപാടിലൂടെ മുന്നോട്ട് പോകുക, അതിനൊക്കെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക, അങ്ങനെയുള്ള സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഒക്കെ അഡ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതും കൃത്യമായിട്ട് ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പൊ ഇത്രയും ചലഞ്ചുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ചലഞ്ചുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ്. ഇന്ന് ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഒക്കെ ഉള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. അപ്പൊ ഈ ചലഞ്ചുകളൊക്കെ മറികടന്ന് ആ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിനെയൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഡെമോക്രാറ്റിക് വാല്യൂ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ കൃത്യമായിട്ടും ആ ഗ്ലോബൽ സൗത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ലീഡറായിട്ട് ഇന്ത്യക്ക് മാറാൻ സാധിക്കുകയും അതുവഴി ഇന്ത്യക്ക് മറ്റ് ഗ്ലോബൽ സൗത്തിൽ ഡെവലപ്ഡ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ കണക്ഷൻസ് ഉണ്ട്. ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ UK അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇന്ത്യയുടെ കണക്ഷൻസ്, റഷ്യക്കായിട്ടുള്ള ഇന്ത്യയുടെ കണക്ഷൻസ്, ആ കണക്ഷൻസും വെച്ചിട്ട് ഇന്ത്യക്ക് ഗ്ലോബൽ സൗത്തിനും ഗ്ലോബൽ നോർത്തിനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ട് കൃത്യമായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ആർട്ടിക്കൽ ഓതർ നമ്മളോട് പറയുന്നത്. ഇത്രയാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മുടെ ഒരു MCQ ക്വസ്റ്റൻ ആണ് റിലേറ്റഡ് ജൽജീവൻ മിഷൻ, ഒരു 3 സ്റ്റേറ്റ്മെന്റ് MCQ ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റും നിങ്ങൾക്ക് കൃത്യമായിട്ടും വായിച്ചു കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. കൃത്യമായിട്ടുള്ള കറക്റ്റ് ആൻസർ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവരും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.